നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു. അതായത് പല ഗാർഹിക പീഡനങ്ങളും ബന്ധങ്ങൾക്കിടയിൽ നടക്കുന്ന പല പീഡനങ്ങളും പുറംലോകം അറിയാതെ മൂടി വെക്കപ്പെടുന്നതും വർഷങ്ങൾക്ക് ശേഷം മാത്രം ഇത് പുറംലോകം അറിയാനും ഒരു ഇൻ്റർവെൻഷൻ നടക്കാനും ഒക്കെ വർഷങ്ങൾക്ക് ശേഷം മാത്രം ഇടയാവുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. അതിൽ 2 റീസൺസാണ് നമ്മൾ സംസാരിച്ചത്. ഒന്ന്, ലാക്ക് ഓഫ് ഗുഡ് ലിസണിങ്, അതായത് പുവർ ലിസണിങ് അല്ലെങ്കിൽ കെയർലെസ് ലിസണിങ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ്. അതായത് ഒരു മോറൽ സ്റ്റാൻഡേർഡ് സൊസൈറ്റി സെറ്റ് ചെയ്തിരിക്കുന്ന ബന്ധങ്ങൾക്കുള്ള ഒരു മോറൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ ആ ഒരു മോറൽ സ്റ്റാൻഡേർഡിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ആ റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സൊസൈറ്റി നൽകുന്ന ഒരു പ്രഷറാണ്. അതായത് പല ബന്ധങ്ങൾക്കിടയിൽ നടക്കുന്ന പീഡനങ്ങൾ നടക്കുമ്പോഴും ഇത് അനുഭവിക്കുന്ന ആളുകൾ ഇത് നടക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞ് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോഴും ആ ബന്ധങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്താനാണ്. അതായത് നടക്കുന്ന പീഡനങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അഡ്രസ്സ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം ബന്ധങ്ങളെ അതേപോലെ തന്നെ നിലനിർത്താനാണ് സൊസൈറ്റി പ്രഷർ ചെയ്യുന്നത്. അതായത് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബന്ധം വളരെ പവിത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വളരെ പവിത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വളരെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്സൊക്കെ തന്നെ വളരെ വാല്യൂ അർഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്സിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് മാത്രം കാണുമ്പോൾ, ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ മാത്രം കാണുമ്പോഴാണ് പീഡനം നടക്കുമ്പോഴും പീഡനത്തിലേക്ക് ആളുകളെ വീണ്ടും വീണ്ടും തള്ളിയിടപ്പെടുകയും ആ ഒരു പീഡനം അനുഭവിക്കുന്ന ആൾ നിരന്തരം വർഷങ്ങളോളം പീഡനം അനുഭവിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നത്. പക്ഷേ ഇതിൽ വേണ്ട ഒരു ശരിയായ മനോഭാവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ റിലേഷൻഷിപ്സും വളരെ വാല്യൂ അർഹിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ന്യൂസിലൂടെയും അതുപോലെ പത്രമാധ്യമങ്ങളിലൂടെയും പല വാർത്തകൾ കാണുന്നുണ്ട്. അമ്മമാർ തന്നെ കുഞ്ഞുങ്ങളെ കൊന്നതായിട്ടും ഭർത്താവ് ഭാര്യയെ കൊന്നതായിട്ടും മക്കൾ അപ്പനെ അമ്മയൊക്കെ കൊലപാതകം ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ തീർച്ചയായിട്ടും വളരെ വാല്യൂ അർഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിനിടയിൽ ഇത്തരത്തിലുള്ള അബ്യൂസസ് നടക്കുന്നുണ്ടെങ്കിൽ, മാനസികവും വൈകാരികവും ശാരീരികവുമായിട്ടുള്ള പലതരത്തിലുള്ള പീഡനങ്ങൾ, ഫിനാൻഷ്യൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ബന്ധങ്ങളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് മാത്രം അല്ല നമ്മൾ കാണേണ്ടത്. പക്ഷെ മറിച്ച് ഇത്തരത്തിലുള്ള അബ്യൂസ് ഉണ്ടെങ്കിൽ ആദ്യം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും അതിനെ എലിമിനേറ്റ് ചെയ്യാനുമാണ് ആദ്യം സൊസൈറ്റി ഹെൽപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ആ ബന്ധങ്ങൾ സസ്റ്റെയിൻ ചെയ്യാനുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. താങ്ക് യു.